അന്നേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഈ ഗോകുലം ഗോപാലനെതിരെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റിപ്പോർട്ടർ ടിവിക്കെതിരെയും ഒക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികാരം ആണ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും ഒരു മനുഷ്യന്റെ തകർച്ചയിൽ സന്തോഷിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവർ പൊഴിച്ച കണ്ണുനീർ, ആ കണ്ണുനീരിൽ ഒരുപക്ഷെ ഗോകുലം ഗോപാലൻ വെന്തുരുകുന്നു എന്ന് വേണം പറയാനായിട്ട്. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ശോഭാ സുരേന്ദ്രന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഗോകുലം ഗോപാലിന്റെ സാഹചര്യത്തെ മുൻനിർത്തി പറയാൻ കഴിയുമോ? അതായത് 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അന്ന് ഒരു ദിവസം വൈകിട്ട് അവർ പത്രസമ്മേളനത്തിന് വരികയും വളരെയധികം മനോവിഷമത്തോടുകൂടി, അതായത് ഒരു സ്ത്രീ അത്രയൊക്കെ വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല, വളരെയേറെ വിഷമത്തോടുകൂടി വന്നിട്ട് ഒരു ചാനൽ മുതലാളി തനിക്കെതിരെ വ്യാജവാർത്ത ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് പരസ്യമായിട്ടൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തോടൊപ്പം കരിമണൽ കർത്തയും ഉണ്ട് എന്നൊക്കെയുള്ള വളരെ ശക്തമായ ആരോപണങ്ങളാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ മുമ്പോട്ട് വെച്ചത്. അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുമ്പായിട്ട് റിപ്പോർട്ടർ ടിവിയുടെ ഉടമയായിട്ടുള്ള ആൻഡ്രോ അഗസ്റ്റിനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഒരു യുദ്ധം നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും അവസാനം ശോഭാ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം നടത്തി അത് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അതിന് മറുപടി പറയാനായിട്ട് ആൻഡ്രോ അഗസ്റ്റിൻ പോയിട്ടില്ല. പക്ഷേ അന്നേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഈ ഗോകുലം ഗോപാലനെതിരെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റിപ്പോർട്ടർ ടിവിക്കെതിരെയും ഒക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ സിനിമ ഇറങ്ങിയിരിക്കുന്നു. ആ എമ്പുരാൻ സിനിമ ഇറങ്ങിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയും എതിരായി പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ് ഈ റെയ്ഡ് നടന്നിട്ടുള്ളത് എന്നാണ്. ഈ സമയത്ത് തന്നെയാണ് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് 29-ാം തീയതി നോട്ടീസും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മലയാളികൾ എല്ലാവരും വിശ്വസിക്കുക എന്താണ്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികാരം ആണ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പൃഥ്വിരാജിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് 28-ാം തീയതി പൃഥ്വിരാജിന് മാത്രമല്ല, കേരളത്തിലെ പല ആളുകൾക്കും ഇൻകം ടാക്സ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 28, 29 തീയതികളിലായിട്ട്. കാരണം ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കത്തുകളാണ് പലർക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൃഥ്വിരാജിന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികാരമായിട്ട് നമുക്കൊരിക്കലും കാണാനായിട്ട് സാധിക്കില്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൂടാണ്ട് എമ്പുരാൻ്റെ നിർമ്മാണവും വിതരണവും ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഗോകുലം ഗോപാലിനെതിരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ അന്വേഷണം ആരംഭിച്ചു. ആളുകൾ വിചാരിക്കുന്ന അങ്ങനെയാണ്, ഇതിന് തുടരെ വന്നതുകൊണ്ട് തന്നെ അങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഒരിക്കലുമല്ല. അതിനകത്ത് പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് EDയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 1000 കോടി രൂപയുടെ ഒരു കള്ളപ്പണ ഇടപാട് ഗോകുലം ഗ്രൂപ്പിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പരിശോധന എന്ന് ആണ് പറയുന്നത്. ഇന്ന് രേഖകളും അതുപോലെ 1 കോടി രൂപയും പിടിച്ചെടുത്തതായിട്ട് പറയുന്നുണ്ട്. രേഖയും 1 കോടി രൂപയും പിടിച്ചെടുത്തതായിട്ട് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നമുക്കത് സ്ഥിരീകരിക്കാതെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗോകുലം ഗോപാലന്റെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ED അന്വേഷിക്കും. ED അന്വേഷിച്ചതിന് ശേഷം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ അറിയാൻ സാധിക്കുന്നത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വടകരയിലുള്ള വീട്ടിൽ നിന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം എല്ലാ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അദ്ദേഹത്തോടൊപ്പം തന്നെ ED ഉദ്യോഗസ്ഥരും അക്കമ്പനി ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ചെന്നൈയിലെത്തിക്കുകയും ചെന്നൈയിലെ വിശദമായ ചോദ്യം ചെയ്യൽ ഈ സമയം വരെ അവസാനിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരുതരമായ എന്തോ ഒരു ക്രമക്കേട് ആ സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമക്കേട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ED ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. കാരണം അത് മാർച്ച് എൻഡ് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസം ആദ്യവാരമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെയും EDയുടെയും ഒക്കെ അന്വേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ റാൻഡംലി ആണ്. ഇതുപോലുള്ള വലിയ പല സ്ഥാപനങ്ങൾക്ക് നേരെയും അന്വേഷണങ്ങൾ ഉണ്ടാവും. പരാതികൾ ഉണ്ടെങ്കിൽ
ഇത് 2022 ലഭിച്ച ഏതൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ റാൻഡം പരിശോധനയോടൊപ്പം തന്നെ പല പല സ്ഥാപനങ്ങളും റാൻഡംലി എടുത്തിട്ടാണ് പരിശോധനകൾക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അതുകൂടാതെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡി അന്വേഷിക്കും. കാരണം 1000 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ മലയാളിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്തയ്ക്ക് ഇത്രയും ഒരു പ്രാധാന്യം കൈവന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എമ്പുരാനും മുൻപും അതുപോലെ ഈ ചിറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളും അതുപോലെ തന്നെ പരാതികളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എമ്പുരാനെ കണക്ട് ചെയ്ത് പറയുന്നതിനകത്ത് ഒരു വസ്തുതയും ഇല്ലല്ലോ. ഇദ്ദേഹത്തിന്റെ ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ചിട്ടി 4 മാസം കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും 70,000 രൂപയ്ക്ക് വിളിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ചിട്ടിയാണ്. ഇത് കേരളത്തിലെ ചെറുകിട വ്യാപാരികൾക്കൊക്കെ ഉപകാരവുമാണ്, എന്നാൽ അതോടൊപ്പം തന്നെ ഉപദ്രവവുമാണ്. പല ആളുകളും നമ്മൾക്കിപ്പോൾ പല പല വിവിധ കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ, ഒരു സാമ്പത്തിക സ്ഥാപനമാകുമ്പോൾ അവർ കടമായി നൽകുന്ന പണം അല്ലെങ്കിൽ ചിട്ടിയായിട്ട് നൽകുന്ന പണം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. അത് മുഖം നോക്കാതെ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീർ ഒട്ടുമിക്ക സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും മുകളിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പല ആളുകളുടെയും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലഭിക്കേണ്ട തുകയുടെ 4/1 തുകയ്ക്ക് വരെ ആളുകൾ ഈ ലോൺ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടി വിളിച്ചിട്ടുള്ള ആളുകളുടെ വസ്തുവകകൾ ഇതുപോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ ജപ്തി ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു NBFC സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ 1000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത് തിരിച്ചു നൽകാൻ സാധിക്കാത്ത ഒരു വമ്പൻ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ തട്ടിപ്പൊന്നുമല്ല നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിരിക്കുന്ന ഏതൊരു ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷന് മുമ്പിൽ ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, വിശ്വാസ്യതയുള്ള ഏതാനും ചില ഓൺലൈൻ ചാനലുകൾ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ടർ TVയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു നിക്ഷേപമാണ്. ആ നിക്ഷേപത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ എൻക്വയറി നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ലാതെ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കത്തില്ല. ഗോകുലം ഗോപാലിന് തന്നെ ഷെയറുള്ള മറ്റൊരു സ്ഥാപനമാണ് 24 ന്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ 2 ചാനലുകളിലും ഈ വാർത്ത ഇല്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗോകുലം ഗോപാലിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണം ഗോകുലം ഗോപാലിന് അന്ന് തള്ളിയിരുന്നു. ഞാൻ ഈ കരിമണൽ കടത്തെ അറിയില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം അന്ന് നടത്തിയിരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രന് ഇതിൽ എത്രത്തോളം സന്തോഷിക്കാനുണ്ട്? ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും ഒരു മനുഷ്യന്റെ തകർച്ചയിൽ സന്തോഷിക്കത്തൊന്നുമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് അവര് ദൈവവിശ്വാസിയായിട്ടുള്ള നല്ല സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അന്ന് അവർ പൊഴിച്ച കണ്ണുനീർ, ആ കണ്ണുനീരിൽ ഒരുപക്ഷെ ഗോകുലം ഗോപാലൻ വെന്തുരുകുന്നു എന്ന് വേണം പറയാനായിട്ട്. സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. വളരെ സാധാരണ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വനിതാ നേതാവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവാണ്, ഞാൻ തുറന്നു പറയുകയാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന സമയത്ത് അവരെ ഒരു ചാനൽ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അത് കൊടും പാതകമാണ്. അത് ദൈവസന്നിധിയിൽ പോലും പൊറുക്കപ്പെടത്തില്ല. ദൈവവിശ്വാസം ഉണ്ടായിക്കൊള്ളട്ടെ ഇല്ലായിക്കൊള്ളട്ടെ, ഒരു പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്. ദൈവവിശ്വാസി അല്ല എങ്കിൽ ഒരു കാര്യം വിശ്വസിക്കുക, ഒരു പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്. ആ സത്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ശോഭാ സുരേന്ദ്രൻ ഇതിൻ്റെയൊക്കെ പുറകെ പോയി അയാളെ ഉപദ്രവിക്കുമെന്ന്. അവരങ്ങനെ ഉള്ളൊരു സ്ത്രീയല്ല. അവരെ സംബന്ധിച്ചിട്ട് സാമൂഹ്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അപ്പോൾ അവർക്കൊരു വ്യക്തിയെ ഉപദ്രവിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷേ അവരുടെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടു. അന്നും അവർ പറഞ്ഞിരുന്നത് എന്താണ്? ഞാൻ ദൈവത്തിൽ എല്ലാം സമർപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് സന്തോഷമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ മാത്രമേ അവർക്ക് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർ പൊട്ടിച്ചിരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഗോകുലം ഗോപാലൻ്റെ മാനം കപ്പൽ കയറി എന്ന് തന്നെ ഇനി പറയാൻ പറ്റും. കാരണം നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന, നാളിതുവരെ ഈ പൊതുസമൂഹം പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ഒരു സ്ഥാപനം, അവിടെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളൊരു സ്ഥാപനം എന്തിന് ഇതുപോലുള്ള ഇടപാടിന് പോയി എന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അത് മറ്റൊരാൾ പറയേണ്ട കാര്യമല്ല, അദ്ദേഹം തന്നെ വിശദീകരിക്കണം. ഈ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് മറുനാടൻ ഷാജിൻ്റെ ഒരു വാർത്തയിൽ നമ്മൾ കേട്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 കോടി രൂപയുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് എമ്പുരാൻ, അതായത് ഗോകുലം എന്ന ബ്രാൻഡിന് 100 കോടി രൂപയുടെ പരസ്യം
പോലെയാണ് ഈ എമ്പുരാൻ സിനിമ. അതായത് എമ്പുരാൻ സിനിമ എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് 100 കോടി രൂപയുടെ മൂല്യമുള്ള അത്രയും പരസ്യം കിട്ടി എന്നാണ് അദ്ദേഹം മറുനാടൻ ഷാജിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. EDയുടെ അന്വേഷണം ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ ശക്തനായിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ BDJSൽപ്പെട്ട ആളാണ് ഇപ്പോൾ സ്പൈസസ് ബോർഡിൻ്റെ പുതിയ ചെയർപേഴ്സണായിട്ട് വന്നിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ MPയോ മന്ത്രിയോ ഒക്കെ ആവാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗോകുലം ഗോപാലൻ്റെ ഇനിയുള്ള അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചതായിരിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമായ ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവരിക തന്നെ വേണം.